ഗസ്റ്റായിട്ട് എത്തിച്ചേർത്തിട്ടുള്ളത് നമ്മുടെ കോടന്നൂർ പ്രശസ്ത പ്രഭാഷകനും അഭിനേതാവും എഴുത്തുകാരനുമൊക്കെ ആയിട്ടുള്ള ശ്രീ കാക്കനാട് യേശുദാസാണ്. അദ്ദേഹത്തെ നമുക്ക് ഏറെ സ്നേഹത്തോടെ സ്വാതന്ത്ര്യദിനമാണ് നാം ആഘോഷിക്കുന്നത്. ഈ വേളയിൽ ഏറെ സന്തോഷമാണ്. ഭാരതത്തെ സംബന്ധിച്ച് നമ്മളെല്ലാവരും ഇങ്ങനെ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് മുന്നേ സ്വാതന്ത്ര്യം നേരിടുന്ന ഒട്ടനവധി മഹാത്മാവും അവരുടെ ആത്മാവിന്റെ ചിന്തിക്കുന്നുണ്ടാവാം, കാരണം സന്തോഷിക്കുന്നുണ്ടാവാം. മഹാത്മാഗാന്ധി ഉൾപ്പെടെ ലോകത്തിൻ്റെ വിവിധമാണ് സാധാരണക്കാരുൾപ്പെടെ ഒരുപാട് പേരുടെ ജീവിതത്തെയാണ് നമ്മൾ ഈ അനുഭവിക്കുന്നത്. ഇന്ന് നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ച് പല ശുദ്ധശക്തികളും വ്യക്തിപരമായിട്ട് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും രാജ്യത്തെയും തകർക്കുവാൻ നടക്കുന്നുണ്ട്. അത് രാഷ്ട്രീയ മത അല്ലെങ്കിൽ ലഹരി സംഘങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഭാഗമാണ്. നമ്മുടെ കുടുംബത്തെ തകർക്കുക, ഒപ്പം നമ്മുടെ രാജ്യത്തെ തകർക്കുക. രാജ്യത്തെ തകർക്കണമെങ്കിൽ ഏറ്റവും എളുപ്പം അവരുടെ യുവാക്കളെ തകർക്കുക എന്നുള്ളതാണ്. അതിന് രാജ്യാന്തര ലോബികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ലഹരിക്കടത്തിലൂടെ യുവാക്കളെ തകർക്കുക എന്നുള്ളതാണ്. നമ്മളെ തകർത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞാനെന്ന വ്യക്തിയുടെ ഒപ്പം നമ്മുടെ കുടുംബം തകരും, നമ്മുടെ നാടും നമ്മുടെ രാഷ്ട്രീയം. പക്ഷേ നമ്മളൊക്കെ കാവലാളായിരുന്നുകൊണ്ട് ഈ രാജ്യത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത, നമ്മളെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്ക് ഏറെ സഹോദരങ്ങളെ പോലെ രാജ്യത്തിന് വേണ്ടി ഇനിയും പോരാടാം. രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ജാതിമത ചിന്തകൾക്കും വർണ്ണ വിവേചനത്തിനുമെതിരെ നമുക്ക് ഒന്നിച്ച് ഈ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് എല്ലാവർക്കും കൈവെക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ സൗഭാഗ്യങ്ങളും ചെറിയ ആദരവ് പട്ടാളക്കാരെ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ നമുക്ക് ഇന്നും പരിചയമുള്ള പട്ടാളക്കാരാണ്. നമ്മളെപ്പോഴും സുഖമായിട്ട് ഉറങ്ങുന്നത് ശബ്ദരാജ്യത്തെ ഭയക്കാതെ ഉറങ്ങുന്നത് എങ്ങനെയാണ്. ഈ തലത്തിൽ ഏതൊരു കാലാവസ്ഥയും പ്രതികൂല കാലാവസ്ഥയും കാരണം ഒരുപക്ഷെ ഭക്ഷണം പോലും കൃത്യമായിട്ട് കിട്ടാതെ നമ്മുടെ രാജ്യസേവനം ചെയ്ത ഇവർക്ക് രണ്ടുപേർക്കും നമ്മുടെ എല്ലാവരുടെയും ഒരു ശ്രമിക്കും.